ും കഴിഞ്ഞ് വീട്ടിൽ സ്വസ്ഥമായി വിശ്രമിക്കുകയും പാടങ്ങളിലും പറമ്പുകളിലും ഇടവേളകളില്ലാതെ മതിമറന്ന് കളിച്ച് മനസ്സിന് സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന വിദ്യാർത്ഥികളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറ്റുന്നതിനായി വേനൽ അവധിക്കാല ക്ലാസുകൾ. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ പെടാതെ കുട്ടികളെ നേരിന്റെ പാതയിലേക്ക് നയിക്കാൻ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ കോയ സാഹിബിന്റെ വ്യക്തിത്വ വികസന ക്ലാസുകൾ. കൂടാതെ വെടിയുണ്ടകളെ വെടിയുണ്ട കൊണ്ട് തടുക്കാൻ പ്രശസ്ത വെടിവെപ്പ് വിദഗ്ധൻ സത്യശീലൻ നടത്തുന്ന കുട്ടികൾക്കായുള്ള വേനലവധിക്കാല വെടിവെപ്പ് പരിശീലന ക്യാമ്പ്. ഒപ്പം അരുമ ശിഷ്യൻ പാരിജാതനം. ഈ വേനലവധിക്കാലം ഉപയോഗപ്രദമാക്കാൻ നന്മ ക്ലബ് സംഘടിപ്പിക്കുന്നു വേനലവധിക്കാല ക്ലാസുകൾ. വേനലവധിക്കാല ക്ലാസുകൾ. വേനൽ അവധിക്കാല ക്ലാസുകൾ. എടാ വിനിതെവിടെ? വായു കളിക്കാൻ പോണമ്മേ. എവിടെ കളിക്കാൻ പോണു നീ? ക്രിക്കറ്റ്. ക്രിക്കറ്റാ? നിന്നോട് പറഞ്ഞിട്ടില്ലേ പോരുതെന്ന്? അമ്മ പരീക്ഷയ്ക്ക് മര്യാദക്ക് പഠിച്ചില്ലേ? ഇനി വെക്കേഷൻ ആയിട്ടെങ്കിലും കളിക്കാൻ പോകട്ടെ. ന്യായമുണ്ട് എല്ലാത്തിനും. നിന്നോട് അച്ഛൻ പറഞ്ഞ പോരുതെന്ന് പറഞ്ഞ? അവരൊക്കെ കളിക്കാൻ പോകണ്ടല്ല. അവരൊക്കെ പോയിക്കോട്ടെ, അവരെ പോലെയാണ് നീ. പോവാൻ പറ്റൂലെന്ന് പറഞ്ഞാ പറ്റില്ല. വെക്കേഷൻ അല്ല. വെക്കേഷൻ ആണെങ്കിൽ നിനക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്, അല്ലാതെ ആ കണ്ണി കണ്ട പിള്ളേരെ കൂടെ തുള്ളി നടക്കാനല്ല. അവൻ തുള്ളാൻ നടക്കണ്. അത് ഈ വെയിലത്തെ വേറെ പണിയൊന്നുമില്ല അവന്. അമ്മ ക്രിക്കറ്റിൽ ഭാവി ഉണ്ട് അമ്മ. നിനക്ക് കുന്തുണ്ട്. നിനക്ക് ആ ഭാവി വേണ്ട. കഴിഞ്ഞില്ലേ? ആ ഭാവി നിനക്ക് വേണ്ട. നിനക്കെങ്കിൽ അച്ഛനോട് ചോദിക്കായിരുന്നില്ലേ പോട്ടേന്ന്? നീ ചോദിച്ചാ? അച്ഛൻ രാവിലെ പോയോണ്ടല്ലേ ഞാൻ ചോദിക്കാണ്ട്. അയ്യാ, അല്ലാതെ നിനക്ക് പേടിയായിട്ടല്ല. അവന് വിളിക്കാൻ വേണ്ടി വന്നേക്കണ്. എന്തേ? അല്ല, അവനെ വിളിക്കാൻ കളിക്കാൻ പോവാൻ വേണ്ടിട്ട്. അല്ല, മുന്നേനെ വിളിക്കാനെ വിളിക്ക്. കളിക്കാൻ പോവാൻ. അവൻ വരുന്നില്ല. അതെന്തേ? അവൻ വരുന്നില്ല. നിങ്ങളൊക്കെ പോയി കളിച്ചോളൂ കേട്ടാ. അവന് വേറെ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. എന്താ മുടക്കൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. ആ സുഖതനെ ഞാൻ കാണട്ടെ. നിന്നോട് പലതാണോ ഞാൻ പറഞ്ഞിട്ട് നീ അവനെ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ കൊണ്ടുപോയി ചാടിക്കരുതെന്ന്. നീ ഒറ്റ തന്നെ ഇതിനൊക്കെ കാരണം. എന്തല്ലാന്ന്? നിങ്ങൾ ആ ചെമ്പത്തെ വീട്ടിൽ കയറിട്ട് ചാമ്പൊക്കെ പറിച്ചത് നിങ്ങളല്ലേ? നീയല്ലേ അവനെ കൂട്ടി കൊണ്ട് പൊക്കോടുന്ന് കളിക്കാൻ വിളിക്കാൻ വന്നിരിക്കും. ആ ശ്രീരംഗം എന്താ മുഖം കടന്നല് കുത്തിയ പോലെ തുള്ളാൻ പോവാൻ നിൽക്കായിരുന്നേ. നിന്റെ കളി അങ്ങോട്ട് നിർത്തിക്കോട്ടാ. കളിക്കാൻ പോണു. എന്താടാ? എന്താ ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്നോട് കുറെ പറഞ്ഞല്ലേ, നീ അങ്ങോട്ട് പറഞ്ഞോട് അച്ഛനോട്. ആ ചെക്കണ്ടല്ലോ, ആ സുഗതന്റെ ചെക്കൻ. എന്താ അവന്റെ പേര്? അബിയോ കുബിയോ? അബി. ഇങ്ങനെ ഒരു കുരുത്തം കെട്ട ചെക്കനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ ചേക്കൻ ഒറ്റൊരുത്തനാ വെറ്റനൊക്കെ വഴി തെറ്റിക്കണത്. ആ ചെമ്പത്തെ വീട്ടിൽ കയറിയിട്ട് ജാമ്പൊക്കെ പൊട്ടിച്ചിരിക്കണു. ആ ഗേറ്റ് അടച്ചിട്ട സമയത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിള്ളേരുടെ കയ്യിലിരിപ്പാണോടാ നിങ്ങളുടെ കയ്യില്? ആണോ? പിള്ളേരുടെ കയ്യിലിപ്പോ നിങ്ങളുടെ കയ്യില് കളിക്കാൻ പറ്റില്ല. മിണ്ടാതിരുന്നു, അനങ്ങാതെ അവിടെ ഇരുന്നു അടങ്ങി ഒതുങ്ങിട്ട്. നിന്നെ പഠിപ്പിക്കുന്നത് എന്തിനാ? ഒരു ഭാവി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാ. കളിക്കാൻ പോയി അത് കിട്ടോടാ. പൊക്കോടുന്ന അവനെ ദേഷ്യം കണ്ടോ? വഷളായി. നിന്നെ പറഞ്ഞിട്ട കാര്യമല്ലോ, വഷളായി. ആ ചെക്കന്റെ പിന്നാലെ നടന്ന് വഷളായി. ഓടാ വൃത്തികെട്ട. അതെ, ഇനി ഒന്നും നോക്കണ്ട. ഈ വെക്കേഷൻ ഇത് തകിട്ട് പൊടിയാവും. അതുകൊണ്ട് ആ മൊയ്തുവിന്റെ ഒരു എന്താ ട്രിക്കി മാക്സോ, അതിലേക്ക് വിട്ടോ.
അത് വിടണം. അത് വിടണം. ഇതിനല്ലെങ്കിൽ തന്നെ കണക്കിന് കുറച്ച് മോശം. അല്ല അത് എല്ലാത്തിനും നല്ല നന്നായി. ഇങ്ങനെ ഈ വകതിരിവില്ലാണ്ട് ആവൂല്ല എന്നൊരു കാര്യം പഠിക്കുകയും ചെയ്യാം. ഇനി ഒന്നും നോക്കണ്ട കേട്ടോ, അവിടെ വിട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ ആപ്പീസ് കൂട്ടും അവന്റെ. അത് നല്ലത്. അവനെ മര്യാദക്ക് അവിടേക്ക് പറഞ്ഞു കേട്ടോ. എന്ത് ചെയ്യണ ഈ ചെറുക്കനെ കൊണ്ട്, പറഞ്ഞാലും കേൾക്കില്ല. എവിടെ പോയോ? ഞാനോ കൊറേ കൂട്ടുകെട്ടും. എന്താതിരിക്കണം അവിടെ, തോലിയാനെടുക്കും. നിനക്ക് എത്രയുടെ മാർക്ക് അറിയൂല? നിനക്ക് അറിഞ്ഞൂടാ, കണക്കറിഞ്ഞൂടാ. ഈ വെക്കേഷനെങ്കിലും മര്യാദ പഠിച്ചോണം. അമ്മ പ്ലീസ് അമ്മ, ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ. ഇനി നീ ഇവിടെ വായ അടിയക്കാലും ഞാൻ തല്ലി മുറിക്കും. മിണ്ടാതാ മൂലയിലിരുന്നോ. അവൻ മതില് ചാടുന്ന അവന്റെ കോലം കണ്ട, ആ കണ്ണിന്റെ താഴെയൊക്കെ കറുപ്പ് കയറി ഉണ്ടോ? എന്താണ് നിനക്ക് ഉറങ്ങാൻ പറ്റാത്തത്? എന്താണ് നിനക്ക് ഉറങ്ങാൻ പറ്റാത്തത്? എന്താ ഞാൻ എഴുതിയത്? എന്താണ്? ട്രിക്കി മാത്സ്. മാത്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ മാത്സ് എന്ന് പറഞ്ഞാല്? കണക്ക് എന്നല്ല പറയാ, ഗണിതം. ഗണിതം. ആ, ഇപ്പൊ ട്രിക്കി എന്ന് പറഞ്ഞ എന്താ? ട്രിക്കി എന്ന് പറഞ്ഞ ട്രിക്കിന്നോ? ട്രിക്ക് എന്ന് പറഞ്ഞ എന്താ? ട്രിക്ക് ഐഡിയ അല്ല. ട്രിക്ക് എന്ന് പറഞ്ഞാല് അതിനൊരു മലയാളം ഉണ്ട്. അതെന്താ അറിയോ? നിങ്ങറിയോ? തന്ത്രം. തന്ത്രം, ഗണിത തന്ത്രം. എന്താണ്? ഗണിത തന്ത്രം. ഗണിത ശാസ്ത്രം നിങ്ങൾ കേട്ടില്ലേ? ഇത് ഗണിത തന്ത്രമാണ്. തന്ത്രം കാണിക്കണം. എന്തിനാ നമ്മള് തന്ത്രം കാണിക്കണത്? അറിഞ്ഞൂടെ? ഈ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഇവിടെയാണോ? ക്ലാസ്സിലാണോ? ആ, എന്നാ പിന്നെ അത് കേക്ക്. ഇത് എന്തിനാ പഠിക്കണം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ ട്രിക്കി മാത്സിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങള് ഒരു 3 അക്ക നമ്പർ എന്നോട് പറയണം. ഇതെങ്ങോട്ടാ തൂങ്ങണത്? നേരെ ഇരിക്കി, ആ കയ്യൊക്കെ എടുക്കാടുത്ത്. ആ, ഒരു 3 അക്ക നമ്പർ പറയണം. ഒരു 3 അക്ക നമ്പർ പറയും. 000. നമുക്ക് എടുത്ത് കിട്ടിയ 3 0. പൂജ്യം പറയാൻ പാടില്ല, അക്കങ്ങൾ വേണം. അക്കങ്ങളായിട്ടൊന്ന് പറയും. 546. 546. ആ, അത് നല്ല അക്കാണേ. 546. ചെക്കണത് എന്തിനാണ് ഇവിടെ വരുന്നത്? മുന്നേ എന്തിട്ടത്? എനിക്ക് വീട്ടിൽ ഉറക്കൊന്നില്ലേ? ഇവർ രണ്ടാളും ഉറക്കുന്നില്ലല്ലോ. ഇത് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് അല്ലേ മാത്സ്? ശരിക്കും ശ്രദ്ധിക്കും ഇങ്ങോട്ട് കേട്ടോ. 546 ഈ പറഞ്ഞില്ലേ? ഇനി നമ്മളെല്ലാവരും ഓരോ അക്കങ്ങൾ പറയും. അങ്ങനെ 5 അക്കങ്ങൾ പറയും. ഈ 5 അക്കങ്ങളും കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഞാൻ ഇപ്പൊ എഴുതാൻ പോവാ. കേട്ടോളി കേട്ടോ, കണ്ടോളിയേ. ഇതാണ് കൂട്ടിയാ കിട്ടുന്ന ഉത്തരം. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി ഒരു നമ്പർ പറയും. ഒരു 3 അക്ക നമ്പർ. 356. ആ, 356. ഇനി അടുത്തത് ഞാനാണ് എഴുതാൻ പോണത് കേട്ടോ. ഒരക്ക ഞാൻ എഴുതേ, കണ്ടോളിയേ. ആ, ഞാനൊരക്ക എഴുതി. ഇനി മോളൊരു നമ്പർ പറയും. 268. 268. ഇനി ഞാനൊരു നമ്പർ എഴുതാൻ പോവുക. ഞാൻ അതിന് കളി വരാൻ പോണേ, നോക്കിക്കോളിട്ടോ. ഞാനൊരു നമ്പർ എഴുതാൻ പോവാണ്. ഇനിയാണ് ഇതിന്റെ ട്രിക്സ് വരാൻ പോണത്. അതായത് നിങ്ങൾ പറഞ്ഞ 1, 2, ഞാൻ പറഞ്ഞ 3, നിങ്ങൾ പറഞ്ഞ 4, 5. ഈ 5 അക്കം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2544 കിട്ടും. സാറേ, ഇതൊക്കെ എനിക്കറിയാം. അനക്കോ? അന്നയ്യൊന്ന് പറയട്ടെ. ആദ്യത്തെ അക്കത്തിന്ന് 2 കുറച്ച് താഴെ എഴുതിയിട്ട് ഒരു 2 കൂടി കൂട്ടിയിട്ടിട്ടാണ് സാർ ഉത്തരം എഴുതിയത്. ഞങ്ങൾ എഴുതുന്ന അക്കത്തിന്ന് സാർ 9 കുറച്ച് അവിടെ താഴെ എഴുതി വെക്കും. എളുപ്പല്ലേ? ഇതൊക്കെ യൂട്യൂബിലുണ്ട് സാറേ. ആ,
അതെ, നിങ്ങളോട് ആരാ യൂട്യൂബ് നോക്കി പഠിക്കാൻ പറഞ്ഞതൊക്കെ? യൂട്യൂബ് നോക്കി പഠിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ സ്കൂളിൽ പോകണോ? ഇവിടെ വരണോ? നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് മാത്സ് കൊണ്ട് പഠിച്ചാൽ പോരെ? അതിൽ പല തോന്നിവാസങ്ങളുണ്ടാവും. അതൊന്നും പഠിക്കാൻ നിൽക്കരുത്. ഇനി മേലിൽ യൂട്യൂബ് നോക്കരുത്. ഞാനേ മോനെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ടേ. അതിന് ക്ലാസ് കഴിഞ്ഞില്ലല്ലോ. അല്ല, ഇവിടെ 4 മണി വരെ അല്ലേ പറഞ്ഞത്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് യോഗ ക്ലാസ് ഉണ്ടേ. പിന്നെ യോഗ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടാക്കിയ പോരെ? അല്ല, ഈ സമയം കണക്കാക്കിയിട്ടാണ് അവിടെ ചേർത്തതേ. ഓ, അത് ശരി. അതെ. ഞാൻ കുറച്ചും കൂടി ഉണ്ട്, കംപ്ലീറ്റ് ആയില്ല ക്ലാസ്. അവിടെ കറക്റ്റ്. എന്നാ പിന്നെ കൊണ്ടുപോയി മുന്നാ ചെല്ലുന്നാൽ ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ എടുത്തോ. പിന്നെ ഇപ്പൊ യൂട്യൂബിൽ വല്ലാണ്ട് കയറി കളിക്കണ്ട, ഒന്ന് നിയന്ത്രിച്ചാൽ. യൂട്യൂബിലെ കളി കുട്ടികൾക്ക് അത്ര നല്ലതല്ല. പറയാം. എന്താ ചെയ്യാ, ഫുൾ ടൈം ഈ ഫോണാണ്. അത് പാടില്ല. അതെ, ഒരു നല്ല പുസ്തകം എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അത് കേൾപ്പിക്കണം. മറ്റേ കുട്ടികളെ നമ്മളെ രണ്ടാളെയും അച്ഛന്മാരെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം കേട്ടോ. പ്രായത്തിൽ യൂട്യൂബിൽ കയറി അങ്ങനെ കളിക്കാൻ നിൽക്കാണ്ട് വേണ്ടാത്ത കണക്കും പഠിച്ചിട്ട്. ഇനി അടുത്ത കണക്കിലേക്ക് പോവാ. നീ ഇതും യൂട്യൂബിൽ ഉണ്ടെന്ന് പറയണ്ട കേട്ടോ. എടാ, നീ മെഡിറ്റേറ്റ് ചെയ്യണല്ലേ? എടാ, തൊട്ടടുത്ത് ക്രിക്കറ്റ് കളിക്കണ പിള്ളേരെ 30 രൂപ വെച്ച് ഇന്നൊരു ബോൾ വാങ്ങിക്കണ്ട്. അപ്പൊ അച്ഛനോട് പറഞ്ഞ് അതിന് കൂടണ്ടാന്ന്. അതും പറഞ്ഞ എന്നെ യോഗ ക്ലാസ്സിന് ചേർത്തത്. അതാലോചിച്ചിരുന്ന. ഇനി എല്ലാവരും പതിയെ കണ്ണുകൾ തുറന്നുകൊള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ എന്താണ് യോഗ? എടഞ്ഞി ഇവിടെ അല്ലേ ശ്രദ്ധിക്കുന്നത്? ക്ലാസ് കുത്തിരിക്കും, ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടിനാ? അതിൻ്റെ ഇടയിൽ മതം കളിക്കനാ, ചിരിക്കുന്നതായിരുന്നു. അപ്പൊ എന്താണ് യോഗ? സംസ്കൃത പദമായ യുജ് ഇൽ നിന്നും ഉത്ഭവിച്ചതാണ് യോഗ. എന്താണ്? സംസ്കൃത പദമായ യുജ് ഇൽ നിന്നും ഉത്ഭവിച്ചതാണ് യോഗ. ഏകീകരിക്കുക, കൂട്ടിച്ചേർക്കുക എന്നൊക്കെയാണ് യോഗ എന്ന പദത്തിന്റെ അർത്ഥം. മനസ്സിലായോ? ഡാടാ, നീ എന്ന് കളിക്കുന്നത്? നീ യോഗന്റെ ക്ലാസ്സിന് വന്നല്ലേ? എന്റെ അച്ഛനും ഞാൻ പൈസ അല്ലേ ഇവിടെ പറഞ്ഞാക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോ എന്ത് ആസനം കാണിച്ചു കൊടുക്കും? തിരിഞ്ഞിരിഞ്ഞ് ആസനം കാണിച്ചു കൊടുക്കാനാ വിളിക്കുന്ന നടന്നേ? കുളിപ്പില്ലാണ്ട് എന്നെ പറയപ്പോ കേട്ടിനാ? കൊല്ലങ്ങളായിട്ട് നടത്തി വരുന്ന ഈ ആചാര്യം യോഗ. കൈ ഇങ്ങനെ ഒക്കെ നടന്ന് ക്യാമറ പിടിച്ചിരുന്നല്ലോ. നേരെ ഇരിക്കും, നേരെ മുന്നോട്ടൊക്കെ നേരെ നോക്ക്. എന്റെ മൊത്തിമല്ല ഇവിടെ നട്ടല് നിർത്തിയിരുന്നേ ചങ്ങായി. പറഞ്ഞു മനുഷ്യന് പെരാൻ നിർപ്പിക്കുമായിരുന്നു. എല്ലാവരും നേരെ ഇരുന്നേ. ശരീരവും മനസ്സും തമ്മിൽ ഏകീകൃതമായ ആന്തരികമായ പുരാതനമായ ശാസ്ത്രീയമായ ഒരു ആചരണമാണ് യോഗ. യോഗ ദൈനംദിനമായി ജീവിതത്തിൽ പ്രയോഗിക്കുന്നവർക്ക് ശരീര സൗന്ദര്യം, ശരീരത്തിന്റെ മറ്റ് ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ ഇവിടെ ചിരിക്കുന്ന ആ പടലത്തിന് പിടിച്ച് പുറത്താകാൻ കിട്ടി. ആ നിങ്ങൾക്ക് വേണ്ടിയില്ലേ പറയുന്നതായിരുന്നു? ഒരു ബഹുമാനം വേണ്ട നിങ്ങൾക്ക്? വലിയ വല്യം കാണിച്ചിട്ടായിരുന്നു. മതി വെച്ചോളി. ഇനി ഞാൻ ഒരു ആസനം ഞാൻ കാണിക്കും, കൃത്യമായിട്ട് കളിച്ചോളണം എല്ലാവരും. മനസ്സിലായിക്കാ?
മനസ്സ് നേരെയാക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നിട്ട് മനസ്സങ്ങ് പലതിലും പറത്തി വിടുന്ന ഞങ്ങള് മുമ്പിട്ട് കിടക്കല്ലോ ഇതെല്ലാം വീട് തന്നെ പറയണം രക്ഷിതാക്കളാന്നായില്ല പറ തിരിഞ്ഞു നോക്കൂല അതുമില്ല അതിങ്ങനെ കട്ടപ്പെട്ട് കൈകൾ മുന്നോട്ട് നിവർത്തി വെച്ചേ താടി താഴത്തേക്ക് വെച്ചോളൂ ഇപ്പൊ എടാ പച്ച ഷർട്ട് താഴെ കുത്തിയനെ മഞ്ഞ താഴെ കുത്ത് താടി കുത്തുന്ന എത്ര വലിയ മടി എനിക്ക് ഇനി മെല്ലെ പിൻകാലുകൾ നിവർത്തി ദേ ഈ കായലിലൂടെ ഒഴുകുന്ന തോണി പോലെ ശരീരം വളച്ചു വെച്ചേ കാലുകൾ പൊങ്ങട്ടെ കൈകൾ പൊങ്ങട്ടെ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകി പറ്റുമിടാ കൈകൾ പൊങ്ങട്ടെ കാല് പൊങ്ങട്ടെ പിള്ളേരെ ഞങ്ങളെ പൊക്ക് അടി തങ്ങ് ചന്ദ്രനിലേക്ക് മറ്റേ മിസൈൽ ഇടുമ്പോ അല്ല കാലിങ്ങനെ വെക്കിതാ ആശാന്റെ കാലോ നോക്കട്ടെ ആശാന നോക്കിക്കോ കാല് നോക്കിക്കോ അങ്ങനെ